നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ സേവിക്കണം എന്നൊക്കെ അല്ലേ? പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ലോകത്തെ സേവിക്കാൻ ഏറ്റവും നല്ല വഴി നമ്മളെ തന്നെ നന്നാക്കുന്നതാണെങ്കിലോ? അതെ, കുറച്ച് വ്യത്യസ്തമായൊരു ചിന്തയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സേവനത്തെക്കുറിച്ചുള്ള ഈ ഒരു പുതിയ കാഴ്ചപ്പാടിനെ പറ്റിയാണ്. ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കിയേ, മറ്റുള്ളവരെ സഹായിക്കാൻ ഓടുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാറുണ്ടോ? ചിലപ്പോൾ ലോകത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സേവനം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും, അല്ലേ? ശരി, അപ്പൊ നമുക്ക് ഈ ഒരു ഐഡിയയിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് പോയി നോക്കാം. ഈ ഒരു ചിന്തയുടെയെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് വജ്രതത്വമാണ്. പേര് കേൾക്കുമ്പോൾ വലുതായിട്ട് തോന്നുമെങ്കിലും ഇത് വളരെ ലളിതമായ പക്ഷെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു സത്യമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്ന്. ഇതാണ് ആ തത്വം. സ്വയം തിരുത്തലാണ് ലോകത്തിനുള്ള ഏറ്റവും വലിയ സേവനം. ഇത് പറയുന്നത് യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയാണ്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം, അല്ലേ? പക്ഷെ ഇതിന്റെ ഉള്ളിൽ വലിയൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് നമ്മളെ തന്നെ നന്നാക്കുന്നത് ലോകത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമായി മാറുന്നത്? നമുക്ക് നോക്കാം. ഇതിന്റെ ലോജിക് വളരെ സിമ്പിളാണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പണം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ സന്തോഷമില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മറ്റൊരാൾക്ക് സന്തോഷം കൊടുക്കുന്നത്? നമുക്കറിവില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരാൾക്ക് വഴികാട്ടുന്നത്? അപ്പോ പുറത്തേക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം. നല്ല ഗുണങ്ങൾ, അറിവ്, പിന്നെ ഒരു സമാധാനമൊക്കെ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നിട്ടുണ്ടാവും, ഇത് സ്വാർത്ഥതയല്ലേ എന്ന്. ന്യായമായ സംശയമാണ്. പക്ഷെ അല്ല. അവിടെയാണ് നമ്മൾ സ്വാർത്ഥതയും സ്വയം നിർമ്മാണവും തമ്മിലുള്ള ആ പ്രധാന വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഈ രണ്ട് വഴികളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിയേ. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി ലോകത്ത് നിന്ന് അങ്ങോട്ടെടുക്കുന്നതാണ്. പക്ഷേ സ്വയം നിർമ്മാണം അങ്ങനെയല്ല. അത് ലോകത്തിന് തിരികെ കൊടുക്കാൻ വേണ്ടി നമ്മളെ തന്നെ മെച്ചപ്പെടുത്തുന്നതാണ്. ഒന്ന് എടുക്കുന്നു, മറ്റേത് കൊടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. കണ്ടില്ലേ വ്യത്യാസം? അപ്പോ എന്താണ് യഥാർത്ഥ സ്വയം സേവനം എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല. നമ്മുടെ ശരീരത്തെ ഹെൽത്തിയായി വെക്കുക, മനസ്സിനെ ശാന്തമായി വെക്കുക, ചിന്തകളെ നല്ലതാക്കുക. കാരണം ഇതൊക്കെയാണ് നമ്മുടെ ടൂൾസ്, ലോകത്തെ സേവിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ശില്പിയുടെ കയ്യിൽ മൂർച്ചയില്ലാത്തൊരു ഉളിയാണെങ്കിൽ അതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ? അതുപോലെയാണിതും. നമ്മുടെ ടൂൾസ് മികച്ചതാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സേവനവും മികച്ചതാവും. ഈ ആശയം മനസ്സിലാക്കാൻ നല്ലൊരു ഉദാഹരണമുണ്ട്. നമ്മളൊക്കെ ഒരു വിളക്കായിട്ട് സങ്കൽപ്പിക്കുക. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ട്. പക്ഷെ കാലം പോകുന്തോറും നമ്മുടെ ദുശ്ശീലങ്ങളും തെറ്റായ ചിന്തകളൊക്കെ പൊടി പോലെ വന്ന് ആ വിളക്കിനെ മൂടും. അപ്പോ ഈ സ്വയം തിരുത്തൽ എന്ന് പറയുന്നത് ആ പൊടിയൊക്കെ തുടച്ചു നീക്കുന്ന പണിയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്തു പറ്റും? നമ്മുടെ ഉള്ളിലായ യഥാർത്ഥ വെളിച്ചം നല്ല തെളിച്ചത്തോടെ പുറത്തേക്ക് വരും. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചിന്തിക്കാം. നമ്മളൊരു തോട്ടക്കാരനാണെന്ന് വിചാരിക്കുക. നമ്മുടെ സ്വഭാവമാണ് ആ പൂന്തോട്ടം. അതിൽ നിറയെ കളകളുണ്ട്. അതാണ് നമ്മുടെ കുറവുകളും ചീത്തശീലങ്ങളും. ആ കളകളെയൊക്കെ നമ്മൾ ശ്രദ്ധയോടെ പറിച്ചു മാറ്റിയാലല്ലേ നല്ല ഭംഗിയുള്ള പൂക്കൾക്ക്, അതായത് നമ്മുടെ നല്ല ഗുണങ്ങൾക്ക് അവിടെ വളരാൻ പറ്റൂ. ഓക്കെ, അപ്പൊ നമ്മൾ വിളക്കു തുടച്ചു, പൂന്തോട്ടത്തിലെ കളയൊക്കെ പറിച്ചു. പക്ഷേ ഇതെല്ലാം നമ്മുടെ ഉള്ളിലല്ലേ നടക്കുന്നത്? ഈ മാറ്റം എങ്ങനെയാണ് പുറം ലോകത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്? ഇത് നമ്മളിൽ മാത്രം ഒതുങ്ങാതെ മറ്റുള്ളവരിലേക്ക് എങ്ങനെയാണെത്തുന്നത്? അതൊരു 4 സ്റ്റെപ്പുകളുള്ള പ്രോസസ്സാണ്. ആദ്യം നമ്മൾ നമ്മളെ തന്നെ മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധിക്കുന്നു. രണ്ടാമത്, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സമാധാനവും ശുദ്ധിയും ഉണ്ടാവും. മൂന്നാമത്തെ സ്റ്റെപ്പില് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി മാറും. അവസാനം നമ്മളൊന്നും പറയാതെ തന്നെ നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനമാകും. അവിടെ പിന്നെ വലിയ പ്രസംഗത്തിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ജീവിതം തന്നെയാവും ഏറ്റവും വലിയ സന്ദേശം. ഇതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു താമരപ്പൂ പോലെയാണ്. താമര വളയുന്നത് ചെളിയിലാണല്ലോ. പക്ഷേ അത് ആ ചെളിയിൽ നിന്നൊക്കെ ഉയർന്ന് ഒട്ടും അഴുക്ക് പറ്റാതെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. അതുപോലെ നമ്മുടെ കുറവുകളാകുന്ന ചെളിയിൽ നിന്ന് നമ്മൾ ഉയർന്നു വരുമ്പോൾ നമ്മുടെ സാന്നിധ്യം തന്നെ ചുറ്റുമുള്ളവർക്കൊരു പോസിറ്റീവ് എനർജി കൊടുക്കും. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇതൊക്കെ എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും എന്നതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ യാത്ര തുടങ്ങുന്നത് പുറത്തേക്ക് നോക്കിയിട്ടല്ല, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിയിട്ടാണ്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതുകൊണ്ട് ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്.
ഈ ലോകത്തെ കുറച്ചുകൂടി നല്ലൊരിടമാക്കാൻ വേണ്ടി ഇന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തിരുത്താൻ തുടങ്ങാൻ പറ്റുന്ന ആ ഒരു ചെറിയ കാര്യം എന്താണ്? ആ ഒരു കാര്യം അതെന്താണെന്ന് കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്.